പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് നിലവാരമില്ലാത്തവരുടെ 10 ലക്ഷണങ്ങളെ കുറിച്ചാണ്. ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉടനെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിലവാരം ഉണ്ടാവുകയില്ല. ഏതൊക്കെയാണ് ആ 10 ലക്ഷണങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? ഇന്നെല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഓരോ ഹംദുകള് ഓരോ ക്ലാസ്സിലും നമ്മൾ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ നമ്മൾക്ക് വർദ്ധിപ്പിക്കുകയാണ്. തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ക്ലാസ് തുടങ്ങുന്നതിന്റെ മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അറിയുന്ന ആളുകളൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടുക. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന പരിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ ആയത്ത് അറിയാത്തവരായി ആരും ഉണ്ടാകൂല. ഏതാണ് ആയത്ത്? സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഇത് ഏത് സൂറത്തിലാണ്? അറിയുന്നവരൊക്കെ ഒന്ന് കമന്റിൽ എഴുതി വിടുക. മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് നിലവാരമില്ലാത്തവരുടെ 10 ലക്ഷണങ്ങളെ കുറിച്ചാണ്. മനസ്സിലാക്കുക, ഈ സ്വഭാവങ്ങൾ നമ്മളെ ജീവിതത്തിലുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒന്നാമത്തെ അടയാളം മഹത്തുക്കൾ പറയുന്നു, അനാവശ്യമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണ് നാം സംസാരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് വായ തന്നതും നാവ് തന്നതും ആവശ്യമുള്ളത് സംസാരിക്കാനാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയാൻ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, ദിക്ർ ചെല്ലാൻ, അനാവശ്യമായി സംസാരിക്കാൻ അള്ളാഹു നമ്മൾക്ക് നാവ് തന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മളുടെ അവയവങ്ങളുടെ അവസ്ഥയും. അനാവശ്യമായി നമ്മളെ ജീവിതത്തിൽ നമ്മൾക്കോ മറ്റുള്ളവർക്കോ ഉപകാരപ്പെടാത്ത ഒരു പ്രവർത്തനവും നമ്മളെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഗ്നി. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് അവന്റെ ധർമ്മം. ഇത് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പൊ നിലവാരമില്ലാത്തവന്റെ ഒന്നാമത്തെ അടയാളം അനാവശ്യമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ അടയാളം മറ്റുള്ളവരെ പരിഹസിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും ഒരാളെയും പരിഹസിക്കാൻ പാടില്ല. തറവാടിന്റെ പേര് പറഞ്ഞ് പരിഹസിക്കാൻ പാടില്ല. നിറത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പരിഹസിക്കാൻ പാടില്ല. മറ്റുള്ളവർക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകൾ മനസ്സിലാക്കി അവരെ നമ്മൾ ഒരിക്കലും പരിഹസിക്കരുതേ. അവരുടെ ബുദ്ധിയുടെ വിഷയത്തിൽ അവരെ പരിഹസിക്കാൻ പാടില്ല. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തി, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു സമൂഹം മറ്റൊരു സമൂഹത്തിനെ പരിഹസിക്കാൻ പാടില്ല. അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ അവർ നിങ്ങളെക്കാൾ നല്ലവരായി മാറും. അതുകൊണ്ട് നിങ്ങൾ ഒരാളെയും പരിഹസിക്കരുതേ എന്ന് ഖുർആൻ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. യഥാർത്ഥ ഒരു മുസ്ലിമാണെങ്കിൽ, അള്ളാനെ പേടിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ അവന്റെ നാവ് കൊണ്ട് ഒരാളെയും ഉപദ്രവിക്കില്ല, ഒരാളെയും പരിഹസിക്കില്ല, ഒരാളെയും ചീത്ത വിളിക്കുകയില്ല. അതുപോലെ തന്നെ വയദിഹി, അവന്റെ കൈ കൊണ്ടും ഒരാൾക്കും ഉപദ്രവങ്ങൾ ചെയ്യുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നാം ഒരാളെയും പരിഹസിക്കരുതേ. ഇന്നല്ലെങ്കിൽ നാളെ അവർ നമ്മളെക്കാൾ മികച്ചവരാകുമെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നിലവാരമില്ലാത്തവരുടെ മൂന്നാമത്തെ അടയാളം ഇഖ്ലാഫുൽ വഅദി, വാഗ്ദാനം ലംഘിക്കുക എന്നുള്ളതാണ്. പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കാത്തവൻ നിലവാരമില്ലാത്തവനാണ്. അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു, ആയാത്തുൽ മുനാഫിഖി സലാസ്, കപട വിശ്വാസികളുടെ അടയാളം 3 ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഈ ഒരു അടയാളം സ്വഭാവം നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അള്ളാന്റെ റസൂലാ പറയുന്നത്, ആയാത്തുൽ മുനാഫിഖി സലാസുൻ,
കപട വിശ്വാസികളുടെ, വിശ്വാസമില്ലാത്തവരുടെ അടയാളങ്ങൾ 3 ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് മാത്രമേ പറയൂ. എല്ലാ സമയത്തും കളവ് പറയാ, കളവ് പ്രചരിപ്പിക്കുക. അപ്പൊ അങ്ങനെയല്ലോ, വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഉള്ളതും ഇല്ലാത്തയും പ്രചരിപ്പിക്കുന്ന എത്ര ആളുകളുണ്ട്. അങ്ങനെ കളവ് പ്രചരിപ്പിക്കാൻ പാടില്ല. അത് ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഓഡിയോ റെക്കോർഡാണെങ്കിലും ഇല്ലാത്തത് നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല. അങ്ങനെ പ്രചരിപ്പിച്ചാൽ നമ്മൾ മുനാഫിക്കുകളിൽ പെട്ടുപോകും. അപ്പൊ ഒന്നാമത്തെ അടയാളം കളവ് പറയുക എന്നുള്ളതാണ്. രണ്ടാമത്തെ അടയാളം വൈദാ വഅദ അഖ്ലഫ, കരാർ ലംഘിക്കുക. ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുക. ചിലപ്പോൾ നമ്മൾ അവരെ വിശ്വസിച്ചുകൊണ്ടായിരിക്കും അവരോട് ആ കാര്യം ഏൽപ്പിക്കുക. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാതിരിക്കുക, ആ വാക്കിന് വില കൽപ്പിക്കാതിരിക്കുക. ഇത് നിലവാരമില്ലാത്തവന്റെ അടയാളമാണ്. മാത്രമല്ല കപട വിശ്വാസികളുടെയും അടയാളമായി മുത്തുനബി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിലവാരമില്ലാത്തവന്റെ 4ാമത്തെ അടയാളം കുഫ്റാനുൻ നിഅമതി, നന്ദികേട് കാണിക്കുക. ഒരു അനുഗ്രഹം നമ്മൾക്ക് ഒരാൾ ചെയ്തു തന്നാൽ നമ്മൾ അവനിക്ക് നന്ദി കേട് കാണിക്കുക. ഒരിക്കലും നന്ദി ചെയ്യാത്ത ഒരു സ്വഭാവം നമ്മൾക്കുണ്ടാകാൻ പാടില്ല. അടിമകളും പരസ്പരം നന്ദി ചെയ്യേണ്ടതുണ്ട്. അത് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അടിമയും ഉടമയും തമ്മിൽ പരസ്പരം നന്ദി ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ അള്ളാഹുവിന് നമ്മൾ ശുക്ർ ചെയ്യണം. അള്ളാഹുവിന് നമ്മൾ നന്ദി ചെയ്യേണ്ടതുണ്ട്. അൽഹംദുലില്ലാ പറയണം. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് മാതാപിതാക്കൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ചെയ്തു തരുന്നുണ്ട്, ഒരുപാട് ഗുണങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അതിന് തിരിച്ച് മാതാപിതാക്കളോട് നമ്മൾ നന്ദി ചെയ്യണം. അതുപോലെ തന്നെ ഭാര്യമാര് ഭർത്താക്കന്മാരോട് നന്ദി ചെയ്യണം. എന്തെല്ലാം കാര്യങ്ങളാണ് ഭർത്താക്കന്മാര് നമ്മൾക്ക് ചെയ്തു തരുന്നത്. പെരുന്നാൾ വരുമ്പോൾ ഡ്രസ്സ് എടുക്കും, അതുപോലെ തന്നെ ഭക്ഷണം വാങ്ങിത്തരും, അങ്ങനെ വീട് സൗകര്യങ്ങളൊക്കെ നമ്മൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അവർക്ക് നമ്മൾ ഒരിക്കലും നന്ദി കേടായി മാറാൻ പാടില്ല. അവർക്ക് നന്ദി ചെയ്യുന്ന ഒരു സ്വഭാവം ഭാര്യമാർക്ക് ഉണ്ടാകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലപ്പോൾ ഏതെങ്കിലും പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ടാകൂല. കാരണം എന്താ? ചിലപ്പോൾ ആ പെരുന്നാൾക്ക് ക്യാഷ് ഉണ്ടാകൂല. അപ്പൊ ചില ഭാര്യമാര് പറയും, നിങ്ങൾ ഇതുവരെ ആയിട്ട് എനിക്ക് ഒന്നും വാങ്ങി തന്നിട്ടില്ല, പെരുന്നാൾ വന്നാൽ നിങ്ങൾ ഒന്നും വാങ്ങി തരാറില്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞ് ഭർത്താവിനെ ആക്ഷേപിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ഭാര്യമാര് ചെയ്യാൻ പാടില്ല. ഭർത്താക്കന്മാരുടെ സാഹചര്യം മനസ്സിലാക്കി ഭർത്താക്കന്മാരോട് പെരുമാറുക എന്നുള്ളത് നിലവാരമുള്ള ഭാര്യമാരുടെ അടയാളമാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ലാ യസ്കുറുല്ലാഹ മൻ ലാ യസ്കുറുന്നാസ്, ജനങ്ങൾക്ക് നന്ദി കാണിക്കാത്തവർക്ക് അള്ളാഹുവിന് നന്ദി കാണിക്കാൻ കഴിയൂല എന്നുള്ളതാണ്. നമ്മൾ ഭർത്താവിന് നന്ദി കാണിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന് നന്ദി കാണിക്കാൻ കഴിയൂല. അതുപോലെ തന്നെയാണ് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. ഭാര്യമാരോട് നന്ദി കാണിക്കണം. ഭാര്യമാരെ അടിക്കുന്നവരുണ്ട്, ചീത്ത വിളിക്കുന്ന ആളുകളുണ്ട്, വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവർ രാവിലെ എണീറ്റുകൊണ്ട് നമ്മൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു, നമ്മളെ വീട് വൃത്തിയാക്കുന്നു, മക്കളെ നോക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ അവർ സഹിക്കുന്നുണ്ട്. ചെറിയൊരു പ്രശ്നം വരുമ്പോ അവരെ അടിക്കുക, അവരെ ചീത്ത വിളിക്കുക, തോന്നിവാസം വിളിക്കുക, അവരെ ഉമ്മാക്കുപ്പാക്കും വിളിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദര, നീ നിലവാരമില്ലാത്ത ഭർത്താവായി നിന്നെ പരിഗണിക്കപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം സ്വഭാവങ്ങൾ ഭർത്താക്കന്മാരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. 5ാമത്തെ അടയാളം, നിലവാരമില്ലാത്തവരുടെ 5ാമത്തെ അടയാളം ഏഷണയും പരദൂഷണവുമായി നടക്കുക എന്നുള്ളതാണ്. ചില ആളുകളുടെ ഒരു സ്വഭാവമാണ് മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റം പറയാ, ഭാര്യയെ കുറ്റം പറയാ, അയൽവാസിയെ കുറ്റം പറയാ, അതുപോലെ കൂട്ടുകാരെ കുറ്റം പറയാ. അങ്ങനെ വെറും കുറ്റം പറഞ്ഞ് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളെ കണ്ടാൽ മനസ്സിലാക്കിക്കോളാം, ഇവർ നിലവാരമില്ലാത്തവരാണ്. ഇവരോട് കൂടെ കൂട്ടുകൂടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, അകറ്റി നിർത്തേണ്ടവരാണ് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമീമത്ത് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഉണ്ടാകും. ഒരാൾ നമ്മളോട് ഒരു രഹസ്യം പറഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആളുകളോടും പറയാ. ഇതിനാണ് നമീമത്ത് എന്ന് പറയുക. ഇവരും നിലവാരമില്ലാത്തവരാണ്. ഗീബത്തിനെ കുറിച്ചും നമീമത്തിനെ കുറിച്ചും അഥവാ ഏഷണിയെ കുറിച്ചും പരദോഷണത്തിനെ കുറിച്ചും വ്യക്തമായ താക്കീത് പരിശുദ്ധ ഖുർആനിലൂടെയും തിരുവചനത്തിലൂടെയും നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, മറ്റുള്ളവരെ കുറ്റം പറയുന്നതിനെ സംബന്ധിച്ച്, നിങ്ങൾ പരസ്പരം കുറ്റം പറയരുത്. നിങ്ങൾ ചില ആളുകളെ കുറ്റം പറയാൻ പാടില്ല. ഖുർആന് കർശനമായി നമ്മളോട് നിരോധിച്ച ഒരു കാര്യമാണ് ഗീബത്ത് പറയാൻ പാടില്ല എന്നുള്ളത്. ഗീബത്ത് പറയുന്നവരുടെ ശിക്ഷ ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നരകത്തിൽ ഒരു വിഭാഗം ആളുകൾ സ്വന്തം
സ്വന്തം ശരീരം ചെമ്പിന്റെ നഖങ്ങൾ കൊണ്ട് മാന്തി പൊളിക്കുന്നുണ്ട്. ഇവരാരാണെന്ന് അള്ളാന്റെ റസൂല് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, ഇത് ഗീബത്ത് പറയുന്നവരുടെ ശിക്ഷയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഗീബത്ത് പറയത് അത് നിലവാരമില്ലാത്തവരുടെ സ്വഭാവമാണ്. അതുപോലെ നമീമത്ത് പറയുന്നവരെ കുറിച്ച് അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, ലാ യദ്ഖുലുൽ ജന്നത നമ്മാം, നമീമത്ത് പറയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല. പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങളോട് ഇങ്ങനെ മറ്റൊരാളെ കുറിച്ച് പറയാ, അതല്ലെങ്കിൽ മറ്റൊരാൾ ഒരു രഹസ്യം പറഞ്ഞാ അത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവരോട് പറയാ, എന്നെ കുറിച്ച് അവൻ അങ്ങനെ പറഞ്ഞുക്കുണു, എന്നെ കുറിച്ച് അവൾ അങ്ങനെ പറഞ്ഞുക്കുണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാകൂലേ? എന്തിനാണ് നമ്മൾ പറയുന്നത്? നീ സ്വർഗത്തിൽ പ്രവേശിക്കൂല, നിനക്ക് നിലവാരമില്ല എന്നാണ് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അതുപോലെ 6ാമത്തെ അടയാളം, കോപം നിയന്ത്രിക്കാൻ കഴിയാത്ത ആളുകളാണ്. എല്ലാ ആളുകൾക്കും ദേഷ്യമുണ്ട്. മഹാന്മാർക്ക് ദേഷ്യം ഉണ്ടായിട്ടുണ്ട്, സാധാരണക്കാർക്ക് ദേഷ്യം ഉണ്ടാവും, പണ്ഡിതന്മാർക്ക് ദേഷ്യം ഉണ്ടാവും. പക്ഷെ ദേഷ്യത്തിനെ നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളത് അത് വലിയ ഒരു കഴിവായി മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്, ലൈസ ശദീദു ബിസ്റുഅതി, ഏറ്റവും വലിയ ശക്തൻ ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല, ഏറ്റവും വലിയ ശക്തൻ ഇന്നമശ്ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബി, ദേഷ്യം വരുമ്പോ സ്വന്തം ശരീരത്തിനെ നിയന്ത്രിക്കാൻ കഴിയണം, അവനാണ് ഏറ്റവും വലിയ ശക്തൻ. ദേഷ്യം വരുമ്പോ പല ആളുകളും തോന്നിവാസം വിളിക്കാറുണ്ട്, അതുപോലെ തന്നെ വീടിന്റെ ഡോർ ഉറക്ക അടക്കാറുണ്ട്, ഭാര്യയെ അടിക്കാറുണ്ട്, ഭാര്യയെ ത്വലാഖ് ചെല്ലാറുണ്ട്, പലതും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഏറ്റവും വലിയ ശക്തൻ സ്വന്തം ശരീരത്തിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആളുകളാണ്. ദേഷ്യത്തിനെ നിയന്ത്രിക്കാൻ കഴിവില്ലേ, നീ നിലവാരമില്ലാത്തവനാണ്, നിന്നെ ഒരാളും ഇഷ്ടപ്പെടൂല, അവനെ അകറ്റി നിർത്തണം. കാരണം കൊലപാതകങ്ങൾ വരെ ആ സമയത്ത് സംഭവിച്ചു പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. 7ാമത്തെ അടയാളം, ചീത്ത വാക്കുകൾ പറയുന്ന ആളുകളാണ്. ചീത്ത വാക്കുകൾ പറയുന്ന ആളുകളെ മൈൻഡ് ചെയ്യാൻ പാടില്ല, അവന്റെ കൂടെ നടക്കാൻ പറ്റൂല. കാരണം എന്താ? അവർ നിലവാരമില്ലാത്തവനാണ്. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, ലൈസൽ മുഅ്മിനു ബിത്തആനി വല്ലആനി വൽഫാഹിഷി വൽബദീഇ, ഒരു മുസ്ലിമായ മനുഷ്യൻ കുത്തുവാക്ക് പറയൂല. ചില ആളുകളുണ്ട്, ചില ആളുകളെ കണ്ട കുത്തുവാക്കുകൾ പറയും. ഓനിപ്പാരാ അതൊക്കെ നമ്മളോട് പറയാന്? ഓന്റെ പഴയ അവസ്ഥ നമ്മൾക്കറിയാലോ, ഓന്റെ ഉപ്പാന്റെ അവസ്ഥയൊക്കെ നമുക്കറിയാലോ, ഓളൊക്കെ പഴയ കാലത്ത് എങ്ങനെ നടന്നു തരുന്നതൊക്കെ നമുക്കറിയാം. ഓളിപ്പോ വലിയൊരു നിസ്കാരക്കാരത്തി വന്നിക്കണു, ഓളിപ്പോ വലിയൊരു ദിക്റുകാരത്തി വന്നിക്കണു, ഓളിപ്പോ ഇങ്ങനെ എല്ലാ ക്ലാസ്സിനും പോകും, എല്ലാ മതപഠന ക്ലാസ്സും കേൾക്കും, എല്ലാ ദിക്റ് മജ്‌ലിസിനും പങ്കെടുക്കും, ഓള അവസ്ഥ നമുക്കൊക്കെ അറിയാലോ, ഓൾ എങ്ങനെ നടന്നീന്നൊക്കെ നമുക്കറിയാം എന്ന് പറഞ്ഞ് കുത്തുവാക്ക് പറയുന്ന പല ആളുകളുണ്ട്. ഇതൊരു മുഅ്മിനായ മനുഷ്യന്റെ അടയാളമല്ല, ഇത് നിലവാരമില്ലാത്തവന്റെ അടയാള. നമ്മൾ എന്തിനാണ് ഒരാളെ കുത്തുവാക്ക് പറയുന്നത്? നമ്മളാണോ അവരാണോ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതുള്ളവർ എന്ന് നമുക്ക് പറയാൻ കഴിയൂല. നമ്മളാണോ അവരാണോ സ്വർഗത്തിൽ ഉന്നത പദവിയിൽ എത്തുക എന്ന് നമുക്ക് പറയാൻ കഴിയൂല. അതുകൊണ്ട് കുത്തുവാക്കുകൾ ഒരു മുഅ്മിനായ മനുഷ്യൻ പറയുകയില്ല എന്നാണ് മുത്തുനബി നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ശപിക്കുക, എപ്പോഴും ശപിക്കുക, നീ പണ്ടാരടങ്ങും, നീ നശിച്ചു പോകും, നീ ഒരിക്കലും നന്നാവൂല, ഇങ്ങനെ പറയുന്നവൻ നിലവാരമില്ലാത്തവനാണ്. അതുപോലെ തന്നെ അശ്ലീല വാക്കുകൾ പറയാ. എന്തെല്ലാം തെറികളാണ് പല ആളുകളും പറയാറുള്ളത്. ഭാര്യയെ പല തെറികളും വിളിക്കുന്ന ആളുകളുണ്ട്, മക്കളെ പല തെറികളും വിളിക്കുന്ന ആളുകളുണ്ട്, കേട്ടാൽ അറത്തുപോകുന്ന വെറുത്തുപോകുന്ന തെറികളൊക്കെ വിളിക്കുന്ന ആളുകളുണ്ട്. ഇവര് നിലവാരമില്ലാത്തവരാണ്. അതുകൊണ്ട് ഇത്തരം സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. കുത്തുവാക്ക് പറയാ, അശ്ലീലം പറയാ, ശപിക്കുക, ഇത് മുഅ്മിനായ മനുഷ്യന്റെ അടയാളത്തിൽ പെട്ടതല്ല. 8ാമത്തെ അടയാളം അസൂയ എന്ന് പറയുന്നതാണ്. നമ്മൾ എന്തിനാണ് മറ്റുള്ളവരോട് അസൂയപ്പെടുന്നത്? അള്ളാഹു എല്ലാവർക്കും ഒരേപോലെ കൊടുക്കൂല, എല്ലാവരും ഇവിടെ സമ്പന്നരാകൂല. പിന്നെ സക്കാത്ത് എന്ന് പറയുന്ന നിയമം എന്തിനാണ് വെച്ചിട്ടുള്ളത്? അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേ വീടല്ല അള്ളാഹു കൊടുക്കുക. കാരണം ഇത് ദുനിയാവാണ്, പരീക്ഷണത്തിന്റെ ലോകമാണ്. ഇവിടെ പല രൂപത്തിലും അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അപ്പൊ അള്ളാഹു ചിലർക്ക് നമ്മളെക്കാൾ സ്ഥാനം കൊടുത്തിട്ടുണ്ടാവും, അതല്ലെങ്കിൽ സമ്പത്ത് കൊടുത്തിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ആരോഗ്യം കൊടുത്തിട്ടുണ്ടാവും, മക്കളെ കൊടുത്തിട്ടുണ്ടാവും. അതിനെന്തിനാണ് നമ്മൾ മറ്റുള്ളവരോട് അസൂയ വെക്കുന്നത്? അയൽവാസിയോട് അസൂയ വെക്കുന്നവരില്ലേ, കുടുംബക്കാരോട് അസൂയ വെക്കുന്ന ആളുകളില്ലേ, ഇവര് നശിച്ചു പണ്ടാരടങ്ങും. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, ഇയ്യാകും വൽ ഹസദ, നിങ്ങൾ നിങ്ങളെയും അസൂയയെയും സൂക്ഷിക്കുക. അസൂയ എന്ന് പറയുന്ന സ്വഭാവം അത് നിങ്ങളെ നശിപ്പിക്കുന്നതാണ്.
എന്നിട്ട് റസൂലുള്ള ഉദാഹരണം പറയുന്നത് ഫഇന്നൽ ഹസദ, തീർച്ചയായും അസൂയ എന്ന് പറയുന്നത് യൽകുലുൽ ഹസനാത്ത്, നമ്മളുടെ സർവ്വ നന്മകളെയും തിന്നുകളയും. നമ്മൾ എന്ത് നന്മ ചെയ്താലും അത് മുഴുവനും തിന്നുകളയുന്ന, നശിപ്പിച്ചു കളയുന്ന ഒന്നാണത്രേ അസൂയ എന്ന് പറയുന്നത്. നമ്മളെ നിസ്കാരം പൊളിഞ്ഞു പോകും, ഖുർആനോത്ത് പൊളിഞ്ഞു പോകും, സദഖ പൊളിഞ്ഞു പോകും, എല്ലാം പൊളിഞ്ഞു പോകും. നമ്മളെ ഖൽബിൽ അസൂയ ഉണ്ടായി കഴിഞ്ഞാൽ ഏതുപോലെ കമാ തഅകുലുൻ നാറു അൽ ഹതബ, വിറകിനെ തീ തിന്ന് നശിപ്പിക്കുന്നത് പോലെ, വിറകിനെ തീ നശിപ്പിക്കുന്നത് പോലെ നമ്മളെ നന്മകളെ അസൂയ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് അസൂയ നമ്മൾ വെക്കാൻ പാടില്ല. അത് നിലവാരമില്ലാത്തവരുടെ അടയാളമായി എണ്ണിയിട്ടുണ്ട്. 9ാമത്തെ അടയാളം, പണ്ഡിതന്മാരെയും വലിയവരെയും ബഹുമാനിക്കാതിരിക്കുക എന്നുള്ളത്. ഇത് ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ചില ഉമ്മമാരൊക്കെ, ചില ഉപ്പമാരൊക്കെ മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ, അതുപോലെ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ എന്തെല്ലാം ചീത്തയാണ് വിളിക്കാറുള്ളത്, പരിഹസിക്കാറുണ്ട്. അതുപോലെ തന്നെ അവരെ നിസാരമായി കാണാറുണ്ട്. മക്കളെ മുന്നിൽ വെച്ചുകൊണ്ട് ഉസ്താദുമാരെ പരിഹസിച്ച് സംസാരിക്കുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട്. അങ്ങനെ ഉസ്താദുമാരെ പരിഹസിക്കുന്നവരോട് പറയാനുള്ളത്, ഉസ്താദുമാരെ നിസാരമാക്കി സംസാരിക്കുന്നവരോട് പറയാനുള്ളത്, പണ്ഡിതന്മാരെ, അധ്യാപകരെ ബഹുമാനിക്കാത്തവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈമാനില്ലാതെ ചത്തുപോകും, ഈമാനില്ലാതെ മരണപ്പെട്ടു പോകും, സൂഉൽ ഖാത്തിമ സംഭവിക്കും, ജീവിതത്തിൽ ദാരിദ്ര്യം വന്നു പോകുമെന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉസ്താദുമാരെ നിസാരപ്പെടുത്തരുത്. അവർക്ക് അള്ളാഹു കൊടുത്ത വലിയ ഒരു സ്ഥാനമാണ്. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, ഇന്നമാ ബുഇത്തു മുഅല്ലിമാ, എന്നെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് അധ്യാപകനായിട്ടാണ്, ഒരു മുഅല്ലിമായിട്ടാണ്, ഒരു ഉസ്താദായിട്ടാണ്. അപ്പൊ മുത്തുനബിയുടെ പിൻഗാമികളാണ്, മുത്തുനബിയുടെ തലമുറക്കാരാണ് ഉസ്താദുമാര്, പണ്ഡിതന്മാര്, മുഅല്ലിമീങ്ങള്. അവരെ നിസാരപ്പെടുത്തി കഴിഞ്ഞാൽ ഈമാനില്ലാതെ നമ്മൾ മരിച്ചു പോകുകയും നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോവുകയും ചെയ്യും. മാത്രമല്ല നമ്മളെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഉസ്താദുമാരെ നിസാരപ്പെടുത്താൻ നിൽക്കരുതേ, ഉസ്താദുമാരെ തരം താഴ്ത്താൻ നിൽക്കരുതേ. നിങ്ങളെ മുന്നിൽ അവർ നിസാരക്കാരനാണെങ്കിൽ പക്ഷേ റബ്ബിന്റെ മുന്നിൽ നിങ്ങളെക്കാൾ 10 മടങ്ങ് സ്ഥാനം അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട്, ഹബീബായ തങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാരെയും ഉസ്താദുമാരെയും വലിയവരെയും ബഹുമാനിക്കാത്തവർ, ആദരിക്കാത്തവർ, നിസാരമാക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ നിലവാരമില്ലാത്ത ആളുകളാണ്, ഒരു സ്ഥാനവുമില്ലാത്ത ആളുകളാണ്. നിങ്ങൾ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോകുന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളെ മക്കളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ നിങ്ങൾ നിസാരപ്പെടുത്തിയ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിൽ ഉപകാരം ഉണ്ടാകൂല, ആഖിറത്തിൽ ഉപകാരം ഉണ്ടാകൂല എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. 10ാമത്തെ കാര്യം അഹങ്കാരമാണ്. ഞാൻ ചെയ്യുന്ന കാര്യം മാത്രമാണ് ശരി, ഇവിടെ ഞാൻ മാത്രം മതി, ഞാൻ ഓക്കെയാണ്, നിങ്ങളൊക്കെ മോശക്കാരാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പ്രവർത്തിക്കുന്നത് മാത്രമാണ് ശരി, ഞാൻ പറയുന്നത് മാത്രം ഇവിടെ ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്ന അഹങ്കാരികൾ ഉണ്ടെങ്കിൽ അവരെ അള്ളാഹു താഴ്ത്തിക്കളയും. എന്ത് അധികാരമാണ് നമ്മൾക്ക് അഹങ്കരിക്കാനുള്ളത്? നമ്മളെ കയ്യിൽ ഒന്നുമില്ല. ഖുലിഖൽ ഇൻസാനു ലഈഫ, മനുഷ്യർ മുഴുവനും ബലഹീനരാണ്. കഠിനമായ ചൂട് വന്നു, അതിനെ ഇല്ലാതെയാക്കാൻ മനുഷ്യന്മാർക്ക് കഴിയുന്നുണ്ടോ? കഴിയൂല. കാരണം അത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. നമ്മളെ കയ്യിൽ ഒന്നും കഴിയൂല. പൊങ്ങാതിരുന്നാൽ പെരിയവൻ തണലുണ്ട്, അഹങ്കാരിക്കാതിരുന്നാൽ അള്ളാഹു നമ്മൾക്ക് കാവലുണ്ടാകും. നമ്മൾ അഹങ്കരിച്ച് ജീവിച്ചാൽ അള്ളാഹിന്റെ കാവല് നമ്മൾക്ക് ഉണ്ടാകൂല. അതുകൊണ്ട് ഒരിക്കലും അഹങ്കരിക്കരുതേ. വലാ തംശി ഫിൽ അർളി മറഹ, നിങ്ങൾ ഭൂമിയിലൂടെ അഹങ്കരിച്ച് നടക്കരുതേ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അണിമണി തൂക്കം കടുക് മണിയോളം അഹങ്കാരം നമ്മളെ ഖൽബിനുണ്ടെങ്കിൽ നമ്മൾ നശിച്ചു പോകുന്നതാണ്, നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അഹങ്കാരം എന്ന സ്വഭാവം നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക, വിനയത്തോടെ ജീവിക്കുക. ഞാൻ റബ്ബിന്റെ അടിമയാണ് എന്നുള്ള ചിന്തയോടുകൂടെ ജീവിക്കുക. റബ്ബിന്റെ സഹായത്താലാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ഒരു മുസ്ലിമിന്റെ ഖൽബിൽ ഉണ്ടാകണം. അതില്ലാത്ത കാലത്തോളം അവനിക്ക് ഒരു ബഹുമാനവും നമ്മൾ കൊടുക്കേണ്ടതില്ല. അവൻ നിലവാരമില്ലാത്തവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.